നമസ്കാരം. നൈന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഊത്തപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഊത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ഇത് അരി ഉഴുന്ന് വരച്ചിട്ടുള്ള ഊത്തപ്പമൊന്നും അല്ല കേട്ടോ. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇത് ജോവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധാന്യം വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. ജുവാർ ഒരു 10 മണിക്കൂർ നേരെങ്കിലും കുതിരാൻ വെക്കണം. ഇതുപോലെയാണ് ഇത് കാണുമ്പോൾ ഇരിക്കുക, ഉഴുന്ന് പോലെ. ഇത് ഞാനൊരു 10 മണിക്കൂർ നേരം കുതിർത്തിയെടുത്തതാണ്. ഇനി ഈ ജോറ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ജോറ് അരയ്ക്കണ സമയത്ത് മിക്സിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. ജോറ് അരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്തോളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഈ മാവ് അരച്ചെടുത്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കണ കാരണം കൊണ്ട് ഒരു ചെറിയൊരു പുളിപ്പ് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലോണം പുളിയുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഗോതമ്പ് പൊടിയും തൈരും ഒക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാം, ഊത്തപ്പം ഉണ്ടാക്കാം. ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പകുതി സവാള, കുറച്ച് കരിവേപ്പില, കുറച്ച് പച്ചമുളക്, ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ തവ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതിപ്പോൾ കാസ്റ്റ് അയണിൻ്റെ തവയായ കാരണമാണ് ഇതിൽ എണ്ണ പുരട്ടി കൊടുക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ തവയാണെങ്കിൽ അതിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ഇനി മാവ് ഇത്തിരി കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലെ ഒന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കൂലോ അല്ലേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളെന്ന് പറയാൻ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും സവോളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും. വേണമെങ്കിൽ ഇതിൻ്റെ മീതെ ക്യാബേജ്, തക്കാളി ഒക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഊത്തപ്പത്തിൻ്റെ ചുറ്റും ഒന്ന് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. മുകളിലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് എണ്ണയും കൂടി അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ അപ്പുറത്തെ സൈഡും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ ഇപ്പോൾ ഊത്തപ്പം ഈ സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഊത്തപ്പം കൂടി ഉണ്ടാക്കാം. ഇനി രണ്ടാമത്തെ ഊത്തപ്പവും ഇതിൻ്റെ മീതെ ഇതേപോലെ പച്ചക്കറികൾ ഇട്ടതിന് ശേഷം ചട്ടുകം വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ മാവിൽ പച്ചക്കറികളൊക്കെ നന്നായിട്ട് പതിഞ്ഞിരിക്കും. ഇനി നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഇതിൻ്റെ ചുറ്റും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മുകളിലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി 2 വശവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഊത്തപ്പം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളല്ല കേട്ടോ, നോർത്ത് ഇന്ത്യൻസാണ് ഈ ജോവാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. ജോവാറിൻ്റെ ആട്ട വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ 1 കപ്പ് ആട്ടയ്ക്ക് 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയും പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും ഉപ്പിട്ട് ഇളക്കിയ മാവ് റെഡി. ഇപ്പോൾ ഈ ഊത്തപ്പം ചട്നിയും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ ചട്നിയും ചമ്മന്തിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും വെറുതെ വേണമെങ്കിലും ഇത് കഴിക്കാം, ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട കാരണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും
നന്ദി, നമസ്കാരം.